നമസ്കാരം, എല്ലാവർക്കും ലൈഫ് ഓഫ് ജോജോയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ സിജോർഡൻ ഉണ്ട്, രഞ്ജു ഉണ്ട്, ടോവിനോ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു വെറൈറ്റി സാധനമായിട്ട് വരുന്നത്. ഇന്നൊരു കുക്കിംഗ് അല്ലേ, കുക്കിങ്ങിൻ്റെ വീഡിയോ ആണ്. അത് വന്നിട്ട് ഇന്നെന്താ ഞായറാഴ്ച സ്പെഷ്യൽ കഴുത്ത്, പോത്തിൻ്റെ കഴുത്തിറച്ചി പിന്നെ കപ്പയും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അങ്ങനെ എല്ലാ സാധനങ്ങളും സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കപ്പ കഴുകി നല്ല നീറ്റാക്കി എടുത്ത് വെച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ ഇതാണ് പോത്തിൻ്റെ കഴുത്തിറച്ചി. ഇത് എന്ത് ജീരക? പെരുംജീരകം, കുരുമുളക് ചതച്ചത്, ചെറിയുള്ളി, പിന്നെ ചതച്ച മുളക്, തേങ്ങക്കൊത്ത്, ഇഞ്ചി, വലിയുള്ളി, ഒരു നാരങ്ങ, ഒരു തക്കാളി, പിന്നെ ആവശ്യത്തിന് വേണ്ടി കറിവേപ്പില, പിന്നെ ഇത് വന്നിട്ട് വെളുത്തുള്ളി, പിന്നെ പുതിന, പിന്നെ അതേപോലെ തന്നെ ഇന്നത്തെ കറുവപ്പട്ട. ഓക്കെ, അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമ്മളോട് സെറ്റാക്കി വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് നമ്മുടെ ചീഫ് ഷെഫായ ടോവിനോ രഞ്ജുവിനെ സ്വാഗതം ചെയ്യുന്നു. അവനെ കത്തി കയറി നിൽക്കുകയാണ്, വേഗം കുക്കി. അപ്പോൾ നമുക്കിതെല്ലാം കൂടി കിച്ചൺ ലാബിലേക്ക് പോവാം. ചെറുള്ളി എല്ലാം എടുത്തിട്ട് മിക്സിയിൽ അരയ്ക്കണം. ആണോ? കുറച്ച്, എല്ലാം വേണ്ട, കുറച്ച്. അതിൻ്റെ കൂടെ വേറെ ആഡ് ചെയ്യണം. 2 പച്ചമുളക് കൂടി അതിൽ ആഡ് ചെയ്യണം. അദ്ദേഹം എന്താ പറയുക, രഞ്ജിത്ത് പ്രോ കഴുകിയിട്ട് ഇപ്പോൾ അരിയുന്നതാണ്. അവന് സ്വതവേ ടോവിനോ എന്നുള്ളൊരു പേരുണ്ട്. കുറച്ച് എത്ര സ്പൂൺ വേണം? 2 സ്പൂൺ, 2-2.5 സ്പൂൺ മുളക് പൊടി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കേട്ടോ, ഓരോരുത്തരുടെ ഇതനുസരിച്ച്, ടേസ്റ്റ് അനുസരിച്ച്. കുറച്ച് മല്ലിപ്പൊടി അല്ലേ, 2-3 സ്പൂൺ അല്ലേ, 2 സ്പൂൺ മതി. കുറച്ച് ഗരം മസാല കൂടി ആഡ് ചെയ്യണം അത് കൂടെ. പെരിഞ്ജീരകം അതിലേക്ക് കുറച്ച് പൊടിച്ച പെരിഞ്ജീരകം എടുത്തിട്ടു. നല്ല ജീരകം അല്ലേ, നല്ല ജീരകം കുറച്ച് ആഡ് ചെയ്തിട്ടുണ്ട്. കുറച്ച് മഞ്ഞൾപ്പൊടി വീണ്ടും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കൂടി ഇനി നമ്മൾ മിക്സിയിലിട്ട് അരച്ച് എടുക്കണം. ടി വിയിൽ അല്ലു അർജുൻ്റെ പടം കളിക്കുന്നുണ്ട്. അപ്പോൾ ശ്രദ്ധ മൊത്തം അങ്ങോട്ടാണ് നമ്മുടെ ചീഫ് ഷെഫിന്. അതുകൊണ്ട് ഞാൻ സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുക. ഞായറാഴ്ച ആയിട്ടപ്പോൾ നമുക്ക് രാവിലെ പള്ളിയിലൊക്കെ പോയി വരുന്ന വഴിക്ക് ഇങ്ങനെ ഒരു സംഭവം സെറ്റ് ചെയ്തതാണ്. കാരണം ഒരു വെറൈറ്റി വേണ്ടേ. കഴുകി വൃത്തിയാക്കിയ പോത്തിൻ്റെ കഴുത്ത് നമ്മളൊരു കുക്കറിലേക്ക് മാറ്റുക. നേരത്തെ പുറത്ത് വെച്ചപ്പോൾ എല്ലാം അകത്തേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. കാരണം കിച്ചൺ കൂടെ ആയതുകൊണ്ട്. അതുപോലെ നേരത്തെ കാണിക്കാത്ത ഒരു ഐറ്റം കൂടി ഉണ്ട്. ഉപ്പും ആവശ്യത്തിന് എടുത്ത് വെക്കണം. ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, നമ്മൾ ചതച്ച കുരുമുളക് പൊടി ഇതിലേക്ക് ആഡ് ചെയ്യാം. ഉപ്പ് ആവശ്യത്തിന്. ഇത് എത്ര കിലോ ആണ്? 1.5 കിലോ ആണ്. കഴിവൊന്നും ഒന്നുമില്ല അല്ലേ. നാരങ്ങ കട്ട് ചെയ്യാം. നാരങ്ങ പിഴിഞ്ഞ് അതിൽ ഒഴിക്കുക. കട്ട് ചെയ്ത നാരങ്ങ. കുറച്ച് വെളിച്ചെണ്ണ പാകത്തിന്. എന്നിട്ട് നന്നായിട്ട് ഇളക്കണം അല്ലേ. പറ. നിന്നെ ഞാൻ വൈറലാക്കും.
കുറച്ച് വെള്ളം ഒഴിക്കണം. അങ്ങനെ കുക്കർ നമ്മൾ അടച്ച് അതിലേക്ക് എടുത്ത് വെച്ചിരിക്കുകയാണ്. കുക്കർ അങ്ങനെ നമ്മൾ അടുപ്പത്ത് വെച്ചു. ഇനി അതിലേക്ക് ആഡ് ചെയ്യേണ്ട ആൾക്കാരാണ് ഇവിടെ ഇരിക്കുന്നത്, പാവങ്ങൾ അല്ലേ. ഇവരെയൊക്കെ നമ്മൾ അതിലേക്ക് മിക്സ് ചെയ്ത് നല്ല കിടുക്കാച്ചി പോത്തിൻ്റെ കഴുത്തിറച്ചിയുള്ള എന്താ പറയുക ഒരു അടിപൊളി സംഭവം ഇന്ന് സെറ്റ് ചെയ്തതാണ്. അതിൻ്റെ കൂടെ നമ്മളിന്ന് കപ്പയും. ഹായ് കിഡ്സ്, ഹലോ. ഇന്ന് ജോജേട്ടൻ ഇന്ന് പോത്തിൻ്റെ കഴുത്തിറച്ചിയും കപ്പയൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അവിടെ. അതുകൊണ്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാഞ്ഞത്. നിങ്ങളവിടെ ഇരുന്നോട്ടോ. എന്താണ് നിങ്ങൾ ഭക്ഷണം ഫുഡ് വേണോ? ഇപ്പം തരാം കേട്ടാ. അങ്ങനെ മിക്സിയിൽ പൊടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് രഞ്ജുവിനൊരു കോള് വന്നു, അങ്ങോട്ട് പോയിരിക്കുക. ഇതേതാ പടം എന്നറിയോ? അല്ലു അർജുൻ്റെ. അപ്പോൾ അല്ലു അർജുൻ്റെ പടം അവിടെ കളിക്കുന്നുണ്ട്. സൗണ്ട് മ്യൂട്ട് ചെയ്തിരിക്കുകയാണ്. ആദ്യത്തെ മിക്സിൽ വന്നിരിക്കുകയാണ്. വിജയകരമായിട്ട് ഫസ്റ്റ് വിസിൽ വന്നു ഗൈസ്. ഒരു വിസിൽ കഴിഞ്ഞപ്പോൾ തീ കുറച്ച് വെച്ചിട്ട് പുള്ളി അങ്ങോട്ട് ഫോൺ കൊണ്ട് പോയിരിക്കുകയാണ്. അപ്പോൾ ഒരു 6 വിസിൽ വേണമെന്ന് പറഞ്ഞ് എന്നിടയ്ക്ക് എന്നോട് കഴിച്ചു വന്നു. ഞാൻ കഴിക്കാനത് ആയിട്ടില്ലേ കഴിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഒരു വിസിൽ കഴിഞ്ഞതേ ഉള്ളൂ. വെയിറ്റ് ചെയ്യാം. അല്ലു അർജുനോട് അടി തുടങ്ങി. ഇഞ്ചി ഇങ്ങനെ ചെറുതായിട്ട് അരിയണം. ചെറിയ ഉള്ളി അതുപോലെ അരിയുക. മൺചട്ടിയിലാണ് നമ്മളിന്ന് കുക്ക് ചെയ്യുന്നത് അല്ലേ. മൺചട്ടിയിൽ നിന്ന് ആദ്യം കഴുകി വൃത്തിയാക്കണം. അങ്ങനെ കഴുകി വൃത്തിയാക്കിയ മൺചട്ടി നമ്മൾ അടുപ്പിലേക്ക് വെച്ചു. വെളുത്തുള്ളി ചതയ്ക്കുന്നതാണ് ചോപ്പർ. വെളുത്തുള്ളി ഇങ്ങനെ ഈ പാത്രത്തിലാക്കി. ചട്ടി ചൂടായി വരുമ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ആ തേങ്ങാക്കൊത്ത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ ഗോൾഡൻ കളർ ആകുമ്പോൾ ഇത് ഒരു ഗോൾഡൻ കളർ ആകുമ്പോൾ നമ്മൾ എടുക്കുള്ളൂ. അതുവരെ ഇങ്ങനെ ചട്ടിയിലിട്ട് മുപ്പിക്കണം. ഇതിനിടയിൽ പിള്ളേർക്ക് കുറച്ച് ഭക്ഷണം കൊടുക്കാൻ വെച്ചു. ഫുഡ് കിട്ടിയപ്പോൾ അവരെന്ത് കണ്ടോ, എല്ലാവരും അടിപൊളിയായിട്ട് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കഴിച്ചോ മക്കളെ? മൂപ്പിക്കാൻ വെച്ചതാണ്, ജസ്റ്റ് കരിഞ്ഞ് പോയി കഴിച്ചു. കുറച്ച് കടുക് നമ്മൾ അതിലേക്ക് ഇടുക. കറിവേപ്പില, ഇഞ്ചി, എന്നിട്ട് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. അതിനുശേഷം നമ്മൾ വെളുത്തുള്ളി നമ്മളതിലേക്ക് ആഡ് ചെയ്യണം. അത് നമ്മളൊന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കുക. പച്ചമണം മാറണം അതുവരെ നമ്മൾ ഒന്ന് ഇളക്കുക. ആ ഗ്രീൻ സ്മെല്ല് മാറുന്നവരെ. അതിനുശേഷം നമ്മൾ ചെറിയുള്ളി അതിലേക്ക് ആഡ് ചെയ്തു. ചെറിയുള്ളി നമ്മൾ ശരിക്കും ഇളക്കണം. എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇളക്കിക്കൊണ്ടിരിക്കും. തക്കാളി ചെറുതായിട്ട് കട്ട് ചെയ്യാം അല്ലേ. അങ്ങനെ കട്ടാക്കിയ തക്കാളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യും.
എന്നാൽ വഴറ്റണം ചെറുതായിട്ട്. നമ്മുടെ കഴുത്ത് വേവിച്ച നെയ്യാണ്. ആ നെയ്യെടുത്ത് അതിലേക്ക് കുറച്ച് ഒഴിച്ചു. കുറച്ച് മുളക് പൊടി, കാശ്മീരി, എന്നാലും അതിന് നല്ല ചുവന്ന കളർ കിട്ടുള്ളൂ അല്ലേ? തക്കാളിയായിട്ട് പിങ്കാവളും. അടുത്ത നമ്മൾ മിക്സിയിൽ അരച്ച അരപ്പെല്ലാം കൂടി അതിലേക്ക് ആഡ് ചെയ്യണം. പാകത്തിന് കുറച്ച് ഉപ്പ് കൂടി ആഡ് ചെയ്തിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണം. തിന്നാ നടക്കുമോ? അടുത്തെന്താണ് ഗൈസ്? അടുത്ത് നമ്മൾ ആ വേവിച്ച് വെച്ച പോത്തിൻ്റെ കഴുത്ത് അല്ലേ, ഇറച്ചി, അത് നമ്മൾ അതിലേക്ക് ആഡ് ചെയ്യണം. എന്ത് രസം! നല്ല സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. അടിപൊളിയാണ്. അങ്ങനെ നമ്മൾ ആ ഇറച്ചി അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ ഇളക്കി കൊടുക്കണം. ഗ്രേവി മിക്സ് ആകാൻ വേണ്ടി ഇളക്കി കൊടുക്കുക. ഇതെല്ലാം തിളച്ച് എണ്ണ മുകളിൽ വരുന്നതാണ് ഷെഫ് പറയുന്നത്. എണ്ണ എങ്ങനെ മുകളിൽ വരും? തിളച്ച എണ്ണ മുകളിൽ വരും. ഒരു എണ്ണ നമ്മൾ മാറ്റി വെക്കുമോ? ഇത് കണ്ടിട്ട് വായിൽ വെള്ളം കൂടുന്നുണ്ട് ഗൈസ്. അതിലേക്ക് ആ തേങ്ങാക്കൊത്ത് ആഡ് ചെയ്തിട്ടുണ്ട്. ഇത് ചെറുതായിരുന്നു ഇളക്കി കൊടുക്കുക, മിക്സ് ചെയ്യാൻ വേണ്ടി. എന്നിട്ട് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ മൂടി വെക്കണം അല്ലേ? തിളയ്ക്കുന്ന വരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇതിൽ നിന്ന് നമ്മുടെ പുതിന, മല്ലിയില നമ്മൾ ചെറുതായിട്ട് അരിയാം. ആഹാ, മല്ലിയില നല്ല സ്മെല്ല് വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ മല്ലിയില അതിലേക്ക് ആഡ് ചെയ്യണം. അങ്ങനെ ഗൈസ് നമ്മൾ മല്ലിയില അതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. നോക്ക് ഗൈസ്, കരിവേപ്പിലയും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. പച്ചമുളക് ചെറുതായിട്ട് കഴുകിയതിന് ശേഷം അതും നമുക്കതിലേക്ക് അരിഞ്ഞിട്ട് ആഡ് ചെയ്യാം. കീറിടാനാ? ഓക്കെ, പച്ചമുളക് കീറിയാണ് ഇടുന്നത്, അരിഞ്ഞല്ല ഇടുന്നത്. രണ്ടാക്കി കീറിയിട്ട് അതിലേക്ക് ആഡ് ചെയ്യും. അതെന്താ സാധനം? അത് കഴിഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഇത്രയും സാധനങ്ങൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഒന്ന് മൂടി വെക്കണം, നന്നായിട്ട് ഒന്ന് തിളയ്ക്കണം. നമുക്ക് വെയിറ്റ് ചെയ്യാം, ഒന്ന് മൂടി വെക്കാം. സിമ്മിലിട്ട് വെച്ചിട്ട് ഒന്ന് മൂടി വെക്കുക. ഓക്കെ, അങ്ങനെ കപ്പ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് ടേസ്റ്റ് ചെയ്യാം. സിജോട്ടനാണ് നമ്മൾ ടേസ്റ്റ് ചെയ്യാൻ കൊടുത്തിരിക്കുന്നത്. പച്ചക്കപ്പയും കഴുത്തുകറിയും എങ്ങനെയുണ്ട്? അടിപൊളി, സൂപ്പർ ആയിട്ടുണ്ട്. അതല്ലേ? അപ്പോൾ രഞ്ജുവിന് നമ്മൾ പൊന്നാട അണിയിക്കുന്നതായിരിക്കും അല്ലേ? ഇതെല്ലാവരും പറയുന്നവരെ പറയല്ല, അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് പരീക്ഷ നോക്കുക. അപ്പോൾ എല്ലാവരോടും, അതായത് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. കപ്പയും സ്പെഷ്യല് പോത്തിൻ്റെ കഴുത്തിറച്ചിയും കപ്പയായിരുന്നു. അത് ടേസ്റ്റ് ചെയ്ത അടിപൊളി അടിപൊളിയാണ്. അത് ഉണ്ടാക്കിയ രഞ്ജു ടോവിനോ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു. അതേപോലെ എല്ലാവരോടും പറയേണ്ട ഒരു കാര്യമില്ലേ, എന്താണ്?
സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാം, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഷെയർ ചെയ്യുക. അപ്പോൾ എല്ലാവരും കുറേ വ്യൂസ് ഉണ്ട് എനിക്കറിയാം, അവരാരും സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല. അപ്പോൾ അവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എന്നിട്ട് എന്താ പറയുക, കാണുക, സപ്പോർട്ട് ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനി മുന്നോട്ട് പോകാൻ പോകുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അപ്പോൾ ഹാപ്പി സൺഡേ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമ്മൾ അടുത്ത ദിവസം വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും ബൈ. താങ്ക് യു.